ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇറ്റ്സ് മീ വിജിത്ത്. അപ്പോൾ ഇന്നലെ കാണാൻ പറ്റിയില്ലല്ലേ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിപ്പോയി. തൊണ്ട മൊത്തം പണിയൊന്നും, ശബ്ദം മര്യാദയ്ക്ക് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് തുടങ്ങാനും സാധിച്ചില്ല. അതാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. ക്ലാസ്സിൻ്റെ തുടർച്ചയെന്ന നിലയിൽ അതങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടിരുന്നു. അതായത് സെപ്റ്റംബർ 22 കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിന് തുടർച്ചയായിട്ട് തന്നെ ഇത് വിടണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ശബ്ദം വല്ലാണ്ട് പോയത് കൊണ്ട് തന്നെ എനിക്കത് സാധിച്ചില്ല. അപ്പോൾ ക്ലാസ് ഡിലേ ആയതിന് ആദ്യമേ തന്നെ ഞാൻ ക്ഷമ വയ്ക്കുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ കൊണ്ട് എന്തായാലും മെച്ചമേ ഉണ്ടാവും, എന്തായാലും ഉറപ്പാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഭാഗം കവർ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ടിക്ക് ഇടുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അതായത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ ചരിത്രം, അതായത് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ പഠിച്ചത് ആ ഭാഗം പഠിച്ച ഭാഗം അവിടെ ചെയ്ത് വെക്കുക. ഓക്കെ, ഒന്നെന്നുള്ള നമ്പർ ഇട്ടിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമാണോ ഒന്ന് ചാർട്ട്, അതായത് ചരിത്രം, ഭൂമിശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കള്ളി അതിൽ കാണാം. അല്ലെങ്കിൽ ആ സിലബസ് ഒന്ന് ചിട്ടപ്പെടുത്തി കാണാം. അത് അങ്ങനെ വരഞ്ഞ് വെച്ചിട്ട് അതിൽ പഠിച്ച ഭാഗം ടിക്കറ്റ് വെക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ടൈം ടേബിൾ അത് ഓരോ ദിവസവും ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമ്മളിന്ന് യൂറോപ്യന്മാരുടെ വരവ് അതുമായി ബന്ധപ്പെട്ട NCERT ടെസ്റ്റിലെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2022, 23 LGS, LDS അങ്ങനെ കുറച്ച് എക്സാമുകളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അത് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ PDF വീഡിയോയ്ക്ക് ശേഷം ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? റെഡിയല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് എടുക്കാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1, യൂണിറ്റ് 1, അധിനിവേശവും ചെറുത്തുനിൽപ്പും. അധിനിവേശവും ചെറുത്തുനിൽപ്പും അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ശബ്ദം വല്ലാണ്ട് ഇടങ്ങാറാകുന്നുണ്ടോ? ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഓക്കെ ആക്കി എടുക്കാം. ഓക്കെ, 15ാം നൂറ്റാണ്ട് അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നോട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ പിന്നെ അതിൻ്റെ തുടർച്ചയൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കരമാർഗം വരുന്നതിനായിട്ടുള്ള യൂറോപ്യർ ഉപയോഗിച്ചൊരു മാർഗമായിരുന്നു അത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്യനും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടെ പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അങ്ങനെയാണ് വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ളവർ നമ്മളെ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിക്കാനിടയായത്. ഓക്കെ, പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാർ. നമുക്ക് ഇവിടെ മാപ്പ് ഉണ്ടായിരുന്നു, നമുക്കത് ക്ലിയർ അല്ല. ജസ്റ്റ് ഒന്ന് ഒരു മാതൃക ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കണം. ഇങ്ങനെയായിരുന്നു ആഫ്രിക്ക.
ഇങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അറേബ്യ, പിന്നെ ഏഷ്യ ഒരു ഭാഗത്തായിട്ടും ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് പോർച്ചുഗീസ്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ സ്ഥലം പോർച്ചുഗീസുകാർ, അവരാണ് നമ്മളെ ഇന്ത്യ 1947 വരെ ഭരിച്ചത്. ഇതിലെ ഇങ്ങനെ ചുറ്റി വന്നാണ് കോഴിക്കോട് കാപ്പാട് വാസ്കോഡ ഗാമ 1498 കാലുകുത്തി. 1498 മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് കടന്നാലോ? ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. 1498 കോഴിക്കോട് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശം. അറബികളായിരുന്നു കോഴിക്കോടുള്ള ദേശവ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ വിദേശി ആരാന്നറിയോ? ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി പോർച്ചുഗീസുകാരെന്നൊക്കെ പറയാൻ തോന്നും, പക്ഷെ പോർച്ചുഗീസുകാരല്ല കേട്ടോ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി അറബികളാണ്. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാലാണ് പോർച്ചുഗീസുകാർ പറയാൻ പറ്റുക. ആദ്യ വിദേശി എന്ന് പറയുമ്പോൾ അറബികൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളും, അതുപോലെ തന്നെ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പോർച്ചുഗീസുകാരും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യരാരാ? അതും പോർച്ചുഗീസുകാരാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ? ഉണ്ട്, കുറച്ച് ഭാഗം കൂടിയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്തോ, ഒന്ന് പോസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഡച്ചുകാരെ കുറിച്ച് പറയാം. ഡച്ചുകാരെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത്, ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തോ. ഇനി ഡച്ചുകാരെ കുറിച്ച്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നെതർലാൻഡ് എന്നുള്ളതായിരുന്നു. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നെതർലാൻഡ് നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി കുളച്ചിൽ യുദ്ധം പറ്റി നമുക്ക് നോക്കാം. കുളച്ചിൽ യുദ്ധം 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഇതാണ് കുളച്ചിൽ യുദ്ധം എന്നറിയപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡിഡാണ് ഈ കൃതിയുടെ രചയിതാവ്. ഓക്കെ, ഹെൻറിക് എത്ര സസ്യങ്ങൾ? 742 സസ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ചുകാരോട് നോക്കാം. ഫ്രഞ്ചുകാർ ഡച്ചുകാർക്ക് ശേഷം
ബ്രിട്ടീഷുകാരും ഐ മീൻ ഇംഗ്ലീഷുകാർ. പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധം ഓക്കെ അല്ലേ? കർണാട്ടിക് യുദ്ധം ആര് തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം കർണാട്ടിക് യുദ്ധം. ഓക്കെ, നമുക്ക് കർണാട്ടിക് യുദ്ധം നോക്കാം. കർണാട്ടിക് യുദ്ധം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടു. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. കർണാട്ടിക് ഇത് ജസ്റ്റ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അവരെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയൊരു ജസ്റ്റ് ഒരു മാപ്പാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെക്കാം. PSCയുടെ കാര്യം എവിടെ നിന്ന് എങ്ങനെ ചോദ്യം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാട്ടുരാജ്യങ്ങളും കമ്പനിയും ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തോ. ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തോ. ഓക്കെ, ഇനിയിപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളുണ്ട്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുറച്ച് നികുതി നയങ്ങളുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു. നികുതി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അതുപോലെ തന്നെ റൈറ്റ് വാരി സമ്പ്രദായം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും റൈറ്റ് വാരി സമ്പ്രദായം, മഹൽവാരി. ഓക്കെ, ഈ 3 നികുതിയും ജസ്റ്റ് നമ്മൾ പോസ് ആക്കിയിട്ട് ഒന്ന് റീഡ് ചെയ്തോട്ടോ. ശബ്ദത്തിന് വല്ലാണ്ട് ഇടങ്ങാറാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്തോ. ശബ്ദം ബ്രേക്ക് ആകുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്കത് മെച്ചപ്പെടുത്തിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആറ്റിങ്ങൽ കലാപം നോക്കിയാലോ. ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം നടന്ന കലാപം അപ്പോൾ 5 തെങ്ങ് കലാപം. ആദ്യ കലാപം എന്ന് പറയുന്നത് 5 തെങ്ങ് കലാപവും അതുപോലെ തന്നെ ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപവും. ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721 ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ഒരു പ്രധാന കലാപം വെല്ലൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. 1806 വെല്ലൂർ കലാപം നടന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ദത്തവശ നിരോധന നിയമം അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് റീഡ് ചെയ്തു. പിന്നെ കലാപത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. കലാപത്തിന് നേതൃത്വം നൽകിയ ആൾ, അതുപോലെ കലാപം നടന്ന സ്ഥലം, അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ചെറിയൊരു ചാർട്ടും അവിടെ നൽകുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് റീഡ് ചെയ്തോ. എൻ്റെ ശബ്ദം ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചു തരായിരുന്നു. ഓക്കെ, അതൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് റീഡ് ചെയ്തോ. ഓക്കെ,
ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇതിപ്പോൾ NCERTയിലെ കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്ത ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ മുൻ വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 2022-23 കാലങ്ങളിൽ പ്രീവിയസ് ഇയറായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുകൾ പോർച്ചുഗീസുകാരുടെ വരവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളോട് കടന്നു പോയാലോ? ഓക്കെ അല്ലേ? 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ. പിൻകാലത്ത് ഒരു ചോദ്യം PSC ചോദിച്ചായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമി ആരാണ്? ഒരു ചോദ്യം ഈ അടുത്ത് വന്നായിരുന്നു. പിൻഗാമി ആരായിരുന്നു? പെട്രോ അൽവാരിസ് കബ്രാൾ. ഈ നമ്മുടെ വിജയുടെ ഒരു സിനിമയുണ്ടല്ലോ വാരിസ്, അതായത് അച്ഛൻ്റെ പിൻതലമുറക്കാരൻ, അതായത് അങ്ങനെയുള്ള ആളെയാണല്ലോ വാരിസ് എന്ന് ഉദ്ദേശിച്ചത് ആ സിനിമയിൽ. അതുവഴി നമുക്ക് വാരിസ് കബ്രാളിനെ ഓർത്ത് വെച്ചൂടെ? വാരിസ് കബ്രാൾ വാസ്കോ ഡ ഗാമയുടെ പിൻഗാമി. വാരിസ് കബ്രാൾ പിൻഗാമി. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയാണ് വാരിസ് കബ്രാൾ. ജസ്റ്റ് വിജയുടെ വാരിസ് സിനിമ ഒന്ന് ആലോചിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് എവിടെയിട്ടെ. ഇനി ആ ചോദ്യത്തിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അൽഫോൻസ ഡി അൽബുക്കർക്ക്. അവരൊരു വിശേഷണം ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഈ ബുക്ക് അറിവ് ഉള്ളവൻ ശക്തനാണെന്ന് അറിയണോ? അറിവുള്ളവൻ ശക്തനാണ് അൽബുക്കർക്ക് ബുക്ക്. അങ്ങനെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഓർമ്മിച്ചൂടെ? അപ്പോൾ ഇതിൽ നാലാമത്തെ ഓപ്ഷൻ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യ വൈസ്രോയാണ് അൽമേഡ ആദ്യ വൈസ്രോയാണ്. ആദ്യ യൂറോപ്യൻ, അതായത് ഇന്ത്യയിൽ കാലുകുത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. പിൻഗാമി വാരിസ് കബ്രാൾ. ശക്തൻ അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അതുപോലെ തന്നെ ആദ്യ വൈസ്രോയി അൽമേഡ. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം 1498. ഓക്കെ. ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശി അറബികൾ. നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലായിരുന്നു, അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി. അപ്പോൾ ആദ്യ യൂറോപ്യരോ? അതാണ് പോർച്ചുഗീസുകാർ. ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ആദ്യ വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറബികളുമാണ്. മറക്കല്ലേ, രണ്ടും കൊണ്ട് മാറിപ്പോയത്. ആദ്യ യൂറോപ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരും, അതുപോലെ തന്നെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബികളും. വാസ്കോ ഡ ഗാമ എപ്പോൾ കാലുകുത്തിയേ കോഴിക്കോട്? 1498. ഓക്കെ അല്ലേ? ആദ്യ യൂറോപ്യൻ ചോദിച്ചാൽ പറയാ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരും, അതുപോലെ തന്നെ ആദ്യ വിദേശം ചോദിച്ചു കഴിഞ്ഞാൽ അറബികളും. സെറ്റല്ലേ? മനസ്സിൽ പതിഞ്ഞില്ലേ? ഓക്കെ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിനുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാറാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓക്കെ. ശ്രീരംഗപട്ടണം ഉടമ്പടി 1592 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടിയാണത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടിയാണ്
ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. നേരത്തെ ചോദിച്ചില്ലേ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിനുണ്ടായ മേഖല മലബാർ. അത് 10th പ്രിലിംസിൽ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. അതുപോലെ തന്നെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അത് യൂണിവേഴ്സിറ്റി എൽജിഎസിൽ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഓക്കെ അല്ലേ, തല കയറിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഗ്രന്ഥം, ഈ ഗ്രന്ഥങ്ങൾ അറിയുന്ന ആൾ പൂർണ്ണ അറിവുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഏഞ്ചലാണ് എന്നൊക്കെ വിചാരിച്ചു. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കൂടാണ് ഗ്രന്ഥം അറിയുന്ന ആൾ ഒരു ഏഞ്ചലാണ്. ഓക്കെ, ഇത് ഇപ്പോൾ ക്ലാസ്സൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കോഡൊക്കെ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് അവിടെ എഴുതി വെച്ചോ. നമുക്ക് കോഡിലൊക്കെ പഠിക്കുകയാണെങ്കിൽ മനസ്സൊന്നും മറന്നു പോകാതെ അവിടെ നിൽക്കും. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം 1847 രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. 1847. രാജ്യത്ത് മൊത്തം ഗുണ്ടകളാണ്. ഇപ്പോൾ കാണുന്നില്ല, എവിടെ നോക്കി കഴിഞ്ഞാൽ വെട്ടും കുത്തും ഒക്കെ അല്ലേ. അപ്പോൾ രാജ്യത്ത് മൊത്തം ഗുണ്ടകളാണെന്നൊക്കെ ആലോചിച്ചിട്ട് 1847 ഈ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് എന്ന് നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി എൽജിഎസിൽ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. രാജ്യത്ത് മൊത്തം ഗുണ്ടകൾ. ഓക്കെ, അങ്ങനൊരു കോഡ് മനസ്സിൽ നിൽക്കൂലേ? നിൽക്കണം, എന്നാലേ പഠിക്കാൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചും പഠിച്ചോ. റെഡി അല്ലേ? അപ്പോൾ അടുത്തത് നോക്കാം. മിഷനറി സംഘം പ്രവർത്തന മേഖലയും ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS. അതുപോലെ തന്നെ ഈ വേറൊന്നും അവിടെ പറയാൻ മറന്നു. ഈ രാജ്യസമാചാരത്തിൻ്റെ കൂടെ ആദ്യമായി മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിന് ആദ്യമായി നിഘണ്ടു തയ്യാറാക്കിയത്. അപ്പോൾ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട് 1847. അതുപോലെ തന്നെ ആദ്യമായി മലയാള നിഘണ്ടു തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടർട്ട്. ഈ വ്യാകരണ ഗ്രന്ഥാരായിരുന്നു? ആഞ്ചലോസ് ഫ്രാൻസിസ്. മാറിപ്പോയി. ഓക്കെ, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് വ്യാകരണ ഗ്രന്ഥം. അതുപോലെ രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ട്. അതുപോലെ തന്നെ ആദ്യമായി മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട്. പിന്നെ പശ്ചിമോദയം എന്ന പത്രം, അതും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ തന്നെയാണ് കേട്ടോ. പശ്ചിമോദയം എന്ന പത്രം, അങ്ങനെ 2 പത്രമാണ്. ഏതൊക്കെയാണ്? രാജ്യസമാചാരം, അതുപോലെ തന്നെ പശ്ചിമോദയം എന്ന പത്രവും, അതുപോലെ തന്നെ രാജ്യസമാചാരം എന്ന പത്രവും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെയാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ അടുത്തതിലേക്ക് പോയാലോ. ഡൗട്ട് ഓക്കെ അല്ലേ? തല കയറിയില്ലേ? ഓക്കെ, രാജ്യസമാചാരം, പശ്ചിമോദയം എന്ന പത്രം രണ്ടും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെയാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് 1847. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം.
മിഷണറി സംഘം, ലണ്ടൻ മിഷൻ സൊസൈറ്റിയും മിഷണറി സംഘം, അതുപോലെ തന്നെ പ്രവർത്തന മേഖലയും. മിഷണറി സംഘം അതുപോലെ തന്നെ പ്രവർത്തന മേഖല. മിഷണറി സംഘത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തന മേഖല തിരുവിതാംകൂർ, പിന്നെ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS തിരുവിതാംകൂറിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നു എന്നൊക്കെ ജസ്റ്റ് ഒരു കൂടറ്റം ഓർമ്മിച്ച് വെച്ചു. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, അതായത് ചർച്ചിലുള്ള ബെഞ്ചിൽ എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ ഇരുന്ന കൊച്ചി തിരിഞ്ഞു നോക്കി തിരുവിതാംകൂർ. ചർച്ചിലുള്ള ബെഞ്ചിൽ ഇരുന്ന തിരിഞ്ഞു നോക്കി. ചർച്ച് മിഷൻ ബെഞ്ചമിൻ കൊച്ചി തിരുവിതാംകൂർ. അതുപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുമ്പോൾ മലബാറിൻ്റെയാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൻ്റെയാണ്. അപ്പോൾ അതിനൊരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട, അത് ഹെർമൻ ഗുണ്ടർട്ടാണ് അതിൻ്റെ ആൾ. ഗുണ്ട മലയിൽ ഇഞ്ചി നട്ടു. ഗുണ്ട ഹെർമൻ ഗുണ്ടർട്ട്, മലയിൽ മലബാർ, ഇഞ്ചി ഇവാഞ്ചലിക്കൽ മിഷൻ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് മൂന്നും കൂടി കണക്ട് ചെയ്ത് അങ്ങനെ പറയാം. മലയിൽ ഇഞ്ചി നട്ടുകൊണ്ടിരുന്ന ഗുണ്ട ചർച്ചിൽ വന്ന് ബെഞ്ചിലിരുന്നപ്പോൾ കൊച്ചു തിരിഞ്ഞു നോക്കി. പിന്നെ ഗുണ്ടായിസമൊക്കെ വിട്ട് തിരുവിതാംകൂറിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി. മലബാർ, ഇഞ്ചി ഇവാഞ്ചലിക്കൽ മിഷൻ, ഗുണ്ട ഹെർമൻ ഗുണ്ടർട്ട്, ചർച്ച് മിഷൻ ബെഞ്ചമിൻ കൊച്ചി, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കി തിരുവിതാംകൂർ. പിന്നെ ഗുണ്ടായിസമൊക്കെ വിട്ട് തിരുവിതാംകൂറിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി. ഓക്കെ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്? മലബാർ. അത് കഴിഞ്ഞ LGS ചോദിച്ചാണ് 2021 മലബാറിലാണ്. മലബാർ. ഓക്കെ. അപ്പോൾ അടുത്ത ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അത് LDCക്ക് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. LDCക്ക് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ. ഇതിന് ശ്രീരംഗപട്ടണ ഉടമ്പടി മലബാർ പ്രദേശം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ. ലണ്ടൻ മിഷൻ തിരുവിതാംകൂർ, ചർച്ച് മിഷൻ ബെഞ്ചമിൻ, ബാസൽ ഇവാഞ്ചലിക്കൽ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ അല്ലേ? ശ്രീരംഗപട്ടണം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുന്നുള്ളൂ കേട്ടോ, മറന്നുപോയെന്നറിയാൻ വേണ്ടി. ഓക്കെ. അഞ്ച് തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചത് എപ്പോഴെന്ന് അറിയോ? ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താണ്. 1589 ശ്രീരംഗപട്ടണ ഉടമ്പടി 1592 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചത് 1589. ഓക്കെ അല്ലേ? അഞ്ചുതെങ്ങ് കോട്ട. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കോട്ട എപ്പോഴാണ് നിർമ്മിച്ചത്? 1695. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695. 1695. ഓക്കെ അല്ലേ? അഞ്ചുതെങ്ങ് കലാപം അതെപ്പോഴാണെന്ന് അറിയാം? 1697.
1697 5 തെങ്ങ് കലാപം. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കുരുമുളകിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം കുരുമുളകിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടത്. 5 തെങ്ങ് കലാപം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. കലാപം നടന്നത് 1697 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് 5 തെങ്ങ് കലാപം. അപ്പോൾ ആദ്യ സംഘടിത കലാപവും ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം. ആദ്യ സംഘടിത കലാപം. ഒന്നുകൂടി എഴുതിയാലോ? ആദ്യ കലാപം ഏതാണ്? 5 തെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം. ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതുമ്പോൾ തിരിയുന്നുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ എഡിറ്റൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതാം. ഓക്കെ അല്ലേ? ആദ്യ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം. 1721. ആറ്റിങ്ങൽ കലാപം 1721. 5 തെങ്ങ് കോട്ടയപ്പായിരുന്നു 1695. 5 തെങ്ങ് കലാപപ്പായിരുന്നു 1697. ആറ്റിങ്ങൽ കലാപപ്പായിരുന്നു 1721. മൊത്തം കൺഫ്യൂഷനായില്ലേ? അതിനെ കുറിച്ചിട്ട് ആകെ കൺഫ്യൂഷനാണല്ലോ. ഓക്കെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ശബ്ദം? ഇടക്കടഞ്ഞു പോകുന്നുണ്ട്. അടുത്ത നോക്കിയേക്കാം. ആറ്റിങ്ങൽ കലാപം 1721. 5 തെങ്ങ് കലാപം 1697. ആദ്യ സൈനിക കലാപവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. വെല്ലൂർ കലാപം. ആദ്യ സൈനിക കലാപം വെല്ലൂർ കലാപം. 1806 1806. ഓക്കെ സെറ്റല്ലേ? തല കയറിയില്ലേ? തല കൊളുത്തി പിടിച്ചില്ലേ? ഓക്കെ ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ടി രാജ കേട്ടിട്ടുണ്ടോ? കൊട്ടിയൂട്ടി രാജ, പഴശ്ശിരാജ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൊട്ടിയൂട്ടി രാജ, പഴശ്ശിരാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയൂട്ടി രാജ അറിയപ്പെട്ടിരുന്ന വ്യക്തി പഴശ്ശിരാജ. പഴശ്ശിരാജയ്ക്ക് 2 കാലഘട്ടത്താണ് യുദ്ധം നടത്തിയത്. നമുക്കൊന്ന് നോക്കിയാലോ എപ്പോഴൊക്കെയാണെന്നോ? 1 1793 to 1797. 1793 to 1797. ഒന്നാം പഴശ്ശിക്കലാപം ഫസ്റ്റ്. 1793 to 1797 ഫസ്റ്റ് കലാപം. ഒന്നാം പഴശ്ശിക്കലാപം എന്തിനെതിരെയാണ്? തെറ്റായ നികുതി നയം. രണ്ടാമത്തെ പഴശ്ശിക്കലാപമായിരുന്നു 1800 to 1805. 2. ഓക്കെ. 1793 to 1797 ഒന്നാം പഴശ്ശിക്കലാപം തെറ്റായ നികുതി നയത്തിനെതിരെ. 1800 to 1805 രണ്ടാം പഴശ്ശിക്കലാപം. അതെന്തിനാണ്? വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയതിന്. വയനാട് 1793 to 97 ഒന്നാം പഴശ്ശിക്കലാപം തെറ്റായ നികുതി നയത്തിനെതിരെ. 1800 to 1805 വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയതിന്. എതിരായിട്ട്
ഓക്കെ അല്ലേ? സെറ്റായില്ലേ? സെറ്റായി തലയിൽ കയറിയില്ലേ? ഓക്കെ, റെഡി? അപ്പോൾ കുട്ടിയുടെ രാജാവാരാണ്? കുട്ടിയുടെ രാജ എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. പൂക്കോട്ടൂർ കലാപം 1921. പൂക്കോട്ടൂർ കലാപം 1921. 1921 പൂക്കോട്ടൂർ കലാപം. അതുപോലെ തന്നെ പൂക്കോട്ടൂർ കലാപം 1921. 1697 1697 എന്തിൻ്റെയാണ്? അഞ്ചുതെങ്ങ് കലാപം. പഠിച്ചില്ലേ മുമ്പ്? അഞ്ചുതെങ്ങ് കോട്ടയപ്പായിരുന്നു 1695-ലും അഞ്ചുതെങ്ങ് കലാപം 1697-ലും. എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ കലാപം ആണ് അഞ്ചുതെങ്ങ് കലാപം 1697. 1921 അത് പൂക്കോട്ടൂർ കലാപം. അപ്പോൾ 1921 ആറ്റിങ്ങൽ കലാപം. 1921 ആറ്റിങ്ങൽ കലാപം. പൂക്കോട്ടൂർ കലാപത്തിൻ്റെ 1921 വേറൊരു കലാപം കൂടി നടന്നില്ലേ? എന്താണ്? മലബാർ കലാപം. മലബാർ കലാപം. മലബാർ കലാപം. മലബാർ കലാപം. കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം നടന്നത് എപ്പോഴാണ്? 1905 ജനുവരി 11. 1905 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നത് 1905 ജനുവരി 11. ഓക്കെ അല്ലേ? നമ്മൾ ജസ്റ്റ് ഇത്രയും ക്ലാസ് എടുക്കുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ജസ്റ്റ് മൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ ആകെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. ഹലോ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? തിരിയുന്നുണ്ടായിരുന്നോ? സ്പീഡൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായമായി കഴിഞ്ഞാലും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ശബ്ദത്തിൻ്റെ ചെറിയ ഇടങ്ങാറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നേരെയാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം.